ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഈ എന്റെ സംശയമാണ്, ഈ നിരാഹാരം എന്ന് പറയുമ്പോഴേ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പറ്റുമോ? രാവിലെ ദോശയും ചമ്മന്തിയും കാണും. ഞാൻ സംശയം പറഞ്ഞു. അതെ, ഇതിപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല. ഇവൻ അവിടെ നിരാഹാരം കിടക്കണമെന്നേ ഉള്ളൂ. നേതാക്കന്മാരുണ്ട്, യൂണിയനിലെ മറ്റ് മെമ്പർമാരുണ്ട്, അവരിങ്ങനെ ഡെയിലി വരും, പ്രസംഗിക്കും, പ്രക്ഷോഭം ഉണ്ടാക്കും. ഇതൊക്കെ സമരത്തിന്റെ ഭാഗമാണ്. പിന്നെ പ്രശ്നം എന്താന്ന് വെച്ചാ, ഒരു മാസം 6 മാസമൊക്കെ സമരം നീണ്ടാലാണ് പ്രശ്നം. അതെ, അപ്പൊ ഇങ്ങനെ സമരം നീണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ വരും. ചേട്ടാ, കുടുംബത്തിൽ ആരെങ്കിലും കിടത്താൻ പറ്റുമോ? അതിലും നല്ല നെയ്യാടി. നെയ്യാവുമ്പോണ്ടല്ലോ കുറച്ചും കൂടി ഇങ്ങനെ പത്രത്തിലൊക്കെ ഭയങ്കരമായിട്ട് വാർത്തകൾ വരും. സമരം വിജയിക്കും ചെയ്യും. ഏട്ടൻ അങ്ങനെ ടെൻഷൻ അടിക്കണ്ട, ഞാൻ എന്തായാലും ഏട്ടനെ വിടത്തില്ല. ഫാസിൽ വരുവാണെങ്കിൽ ഞാൻ പറയും. നീ ചുമ്മാ ഞാൻ എന്തെങ്കിലും നോക്കിയാൽ സമാധാനം തരയില്ല. അതിനിപ്പോ തന്നെ ടെൻഷൻ അടിക്കണ്ട. ഈ എന്താ അവന്റെ പേര് പറഞ്ഞ് അജയനോട് കിടക്കാൻ പറഞ്ഞ എന്താ കുഴപ്പം? അവന്റെ ആണല്ലോ ആവശ്യം. അയാൾ കിടക്കട്ടെ, പോയി അവൻ കിടക്കട്ടെ. എന്റെ അമ്മാവ, ഇപ്പൊ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നതാണോ അത് വേറൊരാൾ പറയുന്നതാണോ നല്ലത്? അവൻ തന്നെ പോയി കിടന്നാൻ ഒരു അർത്ഥമില്ലല്ലോ. അതിനല്ലേ നമ്മൾ വേറെ ആള് വേറെ ആൾക്കാർ കിടന്നാലാണ് അവൻ നല്ലവനാണ്, പാവാണ്, അതുകൊണ്ട് അവന്റെ പിന്നിൽ ആൾക്കാരുണ്ട് എന്നുള്ള ഒരു സംഭവം വരും. ഒരു യൂണിയനുണ്ട്, അല്ലെങ്കിൽ അവന് വേണ്ടി മരിക്കാൻ ആൾക്കാരുണ്ട്, അവന് വേണ്ടി ചെയ്യാൻ ആൾക്കാരുണ്ടെന്ന് അറിയുമ്പോഴല്ലേ അതിനൊരു സുഖം ഉണ്ടാവുള്ളൂ. ഇവരുടെ യൂണിയനിൽ എത്ര പേരുണ്ടെന്ന് അറിയോ അമ്മാവാ? അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവര് രണ്ടുപേരല്ലേ ഒത്ത സുഹൃത്തുക്കള്. അവരത് ഏറ്റെടുക്കുക പറഞ്ഞ യൂണിയനിൽ തന്നെ ഇവർക്കുള്ള പേരും പെരുമ എന്താന്ന് കരുതി. വല്ലാതെ പേടിക്കൊന്നും വേണ്ട. ലാത്തി ചാർജ് എന്ത് വന്നാലുള്ള അടികൾക്കും മറ്റുള്ളവർക്കേ കിട്ടുള്ളൂ. ഈ നിരാഹാരം കിടക്കണമെന്നൊന്നും ചെയ്യില്ല. ഇനി ഭക്ഷണം കിട്ടാണ്ട് വിശന്ന് പറഞ്ഞ് ജീവൻ പോവാറാവുമ്പോ വല്ലവരും നിർബന്ധിച്ച് വല്ല ആംബുലൻസിൽ കയറ്റി ആസ്പത്രിയിൽ എത്തിക്കുക, അത്രേ ഉള്ളൂ. നിങ്ങൾ എഴുന്നേറ്റ് പോകണോ? നീ ഞാൻ പറയുന്നത് കേക്ക്. ഇപ്പൊ പോയിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കും. നാളെ തൊട്ടിട്ട് എത്ര ദിവസം ഇരിക്കേണ്ടി വരാന്ന് പറയാൻ പറ്റില്ല. നീ ചെന്ന് അവന് ഭക്ഷണം കഴിച്ചു കൊടുക്ക്. ഞാനൊരു കാര്യം പറയാം, ഏട്ടൻ കിടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. കരിങ്കാലി എന്ന് പറയും. ഞാൻ സമ്മതിക്കത്തില്ല. കരിങ്കാലി എന്ന് പറയും. അവളുടെ വാക്കെങ്ങാനും കേട്ടാ എന്ത് വന്നാലും നീ തന്നെ കിടക്കണം. നമ്മുടെ തറവാടിനൊരു അഭിമാനമുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്തു നമ്മുടെ കുടുംബത്തിലെ ഒരാളെന്ന് പറയുമ്പോൾ അതിന്റെ ഒരു അന്തസ്സം എന്താ? നീ സമരത്തിലൂടെ നേടിയെടുത്ത അവന് ഇങ്ങോട്ട് അങ്ങോട്ട് പോണ്. എടാ, ഭക്ഷണം കഴിക്കാൻ അകത്തേക്ക് പോ. ഞാൻ കഴിച്ചോളാം. ഇത് ചാടിയിട്ട് അങ്ങോട്ട് ഇറങ്ങി പുറപ്പെടും. എന്നിട്ട് അവസാന നേരത്ത് ഓ, എന്താ പറഞ്ഞിട്ട് കാര്യം? ഇയാളുടെ അല്ലേ മകൻ, ഇങ്ങനെ തന്നെ ചെയ്യും.